എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കനും മുട്ടയും ഒന്നുമില്ലാതെ KFCയുടെ അതേ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രെഡ് സ്നാക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റിയാണത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് ഇതേപോലെ 4 കഷ്ണങ്ങളാക്കിയിട്ട് ഇതേപോലെ മുറിച്ചെടുക്കാം. ഇതേ ഒരു രീതിക്കാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ബ്രെഡ് നല്ല സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മുറിച്ചെടുത്താൽ മതി. അപ്പോൾ ബ്രെഡൊന്നും പൊടിയാതെ തന്നെ കിട്ടിക്കോളും. ഇനി ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദയാണ് ഇട്ടെടുക്കുന്നത്. ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടെടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോവരുത്. ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്. ശേഷം 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ വിസ്ക് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ബാറ്ററാക്കി എടുക്കണം. അതിനായിട്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ ഒരു പരുവത്തിലായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. നല്ല തിക്കാവാനും പാടില്ല, എന്നാലും നല്ലോണം ലൂസും അല്ല. ഈ ഒരു രീതിയിൽ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇതേ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഒരു 6ഓളം ബ്രെഡ് കൈകൊണ്ട് പൊടിച്ചിട്ട് ഇതേപോലെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. പാനിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വന്നാൽ നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഇതേപോലെ 2 ബ്രെഡ് ഒന്നിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇതേപോലെ 2 പീസ് ബ്രെഡ് ഒന്നിച്ചെടുത്തിട്ട് ഈ ബാറ്ററിലിട്ട് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് പൊതിഞ്ഞെടുക്കുക. അതിനുശേഷം പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ബ്രെഡ് ഈ മാവിൽ മുക്കിയെടുക്കാം. ഇനി ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ ഇതേപോലെ അടുത്തതും കൂടി ചെയ്തെടുക്കാം. അങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി നല്ല ചൂടായതിനു ശേഷം ഇതിലേക്ക് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ, ഓയിലോ എന്തെങ്കിലും ഒഴിച്ചെടുക്കാം. ഇനി ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടെടുക്കാം. അടുത്തതും കൂടി ഇട്ടെടുക്കാം. അപ്പോൾ ഇത് മുങ്ങാൻ മാത്രം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ എണ്ണ മുകളിലേക്ക് ആക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അധികം വേവാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഒന്ന് കളറ് മാറി കിട്ടിയാൽ നല്ല മൊരിഞ്ഞ് വന്നാൽ നമുക്കിതിൽ നിന്ന് കോരിയെടുക്കാം. അടുത്തും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുക്കുക. വളരെ ടേസ്റ്റിയാണത് കഴിക്കാനായിട്ട്. ചിക്കനും മുട്ടയും ഒന്നുമില്ലാതെ KFCയുടെ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രെഡ് സ്നാക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്